പ്രതിരോധത്തിന് കോടികൾ മുടക്കിയ പദ്ധതികളെല്ലാം തന്നെ പരാജയപ്പെട്ടതോടെ ഇനി എന്ത് എന്ന ചോദ്യം ഉയർത്തുകയാണ്. മറ്റാരുമല്ല, കണ്ണൂർ ആറളം ഫാമിലെ പുനരധിവാസ മേഖലയിലെ മനുഷ്യർ. 15 കോടി മുടക്കിയ പഴയ ആനമതിൽ, ഡ്രഞ്ച്, റെയിൽ ഫെൻസിംഗ്, സോളാർ ഫെൻസിംഗ് എന്നിവയൊക്കെ പൂർണ്ണ പരാജയമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആനകളെ തുരത്തി കാട് കയറ്റുന്ന പ്രവൃത്തിയും ഫലപ്രദമല്ല. ഏത് നിമിഷവും ഉണ്ടായേക്കാവുന്ന കാട്ടാനാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ പുരപ്പുറത്തേക്ക് കോണുകൾ തയ്യാറാക്കി വച്ചിരിക്കുകയാണ് അവിടുത്തുകാർ. കാണാം. അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ ആറളത്തെ മനുഷ്യർ ചോദിക്കുകയാണ്, ഇനിയും എത്ര ജീവൻ പൊലിയണം? ആശങ്കകളുടെ ആനക്കയത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ശാശ്വത പരിഹാരമാണ് സർക്കാരിനോടും വനം വകുപ്പിനോടും ആവശ്യപ്പെടുന്നത്. നാട്ടിൽ നിന്ന് തുരത്തുന്ന ആനകൾ സമീപത്തെ ജനവാസ മേഖലകളിലേക്ക് വീണ്ടും എത്തുന്നതാണ് ഒന്നാമത്തെ ആശങ്ക. വനത്തോട് ചേർന്ന് കിടക്കുന്ന വിയറ്റ്നാം, ചതിരൂർ, വാളത്തോട്, പുതിയങ്ങാടി, കീഴ്പള്ളി, അത്തിക്കൽ, അയ്യൻകുന്ന് പ്രദേശങ്ങൾ ഈ ഭീതിയിലാണ്. കരിങ്കോട്ടക്കരിയിൽ ജനവാസ മേഖലയിൽ കുട്ടിയാന ചെരിഞ്ഞത് നാട്ടുകാരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു. ശാസ്ത്രീയമായിട്ടല്ല ആനകളെ അവിടെ തുരത്തുന്നത്, ആളെ ഫാമിൽ നിന്ന്. ആ ആനകളെ അവിടെ നിന്ന് വേലി കെട്ടി ഓടിക്കുമ്പോൾ ഇവിടെ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ആനകൾ വരുന്നത്. അതിനുള്ള അവിടെ തളയ്ക്കാനുള്ള, അല്ലെങ്കിൽ എവിടെ ഈ ആനകളെ തളയ്ക്കാനുള്ള മാർഗമാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. ശാസ്ത്രീയമല്ല. ഇത് കൂടും. ഇനി 1, 2, 3 കൂടിക്കൊണ്ട് ഈ പ്രദേശം മുഴുവൻ ആന ഇറങ്ങിപ്പം. ഫാമിൽ നിന്ന് തുരത്തുന്ന കാട്ടാനകൾ കർണാടക വനത്തിലാണ് എത്തുന്നത്. എന്നാൽ അവ വീണ്ടും കാടിറങ്ങുന്നതാണ് മറ്റൊരു പ്രധാന ആശങ്ക. കുരുട്ടി പുഴ കടന്ന് കക്കുവ, അമ്പലക്കണ്ടി, കൊക്കോട്, ആറളം പ്രദേശങ്ങളിലേക്ക് ആനകൾ എത്തുന്നുണ്ട്. പടക്കം പൊട്ടിച്ചുൾപ്പെടെ ഓടിക്കുന്ന കാട്ടാനകളെ കോട്ടപ്പാറ വരെയാണ് വനപാലകർ തുരത്തുന്നത്. ഇവിടെയുള്ള ചെറിയ തോടിനോട് ചേർന്ന ഓടക്കാട്ടിൽ ആനകൾ കയറുന്നതോടെ വനപാലകർ മടങ്ങും. എന്നാൽ തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ച് കാട്ടാനകൾ തിരികെ നാടിറങ്ങും. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി വീടുകളുടെ മുകളിൽ അഭയം തേടുകയാണ് ഇന്നാട്ടുകാർ. ആനയുടെ ശല്യം കൂടുകയല്ലാതെ കുറയുന്നില്ല. ഇന്നലെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുളങ്കോട്ടത്തിൽ ആനയുണ്ടായിരുന്നു. ഇപ്പോൾ ആ മേളത്തെ വീട്ടിൽ പ്ലാവ് കുലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മിനിഞ്ഞാന്ന് വന്നിട്ട് 10-20 ചക്ക ഉണ്ടായിരുന്നു. എല്ലാം പറിച്ചിട്ടു. എല്ലാ ഭാഗത്തും ആനയാണ്. അപ്പുറത്ത് ആ ബിജു എന്ന് പറഞ്ഞാൽ ബാർപ്പിന് മേളിൽ കയറിയിട്ട് ഇങ്ങനെ ഒച്ച വെക്കുന്നു, ഓടിവായോ ഉണ്ട്. ഒരു തരത്തിൽ ആന പോകുന്നില്ല. എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഈ മുളങ്കോട്ടിലുണ്ടാവുക. നമ്മൾ ചില ആനയൊക്കെ നമ്മൾ ഒച്ച വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പോകും, ചിലത് പോകില്ല. ഈ വീടിനേക്കാളുമായിട്ടുള്ള ആനയത്. കാട്ടാനശല്യത്തിന്റെ യഥാർത്ഥ കാരണം അധികാരികൾ മനസ്സിലാക്കുന്നില്ല എന്നും വിമർശനമുണ്ട്. മേഖലയിലെ കാട്ടാനകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. 2010 മാത്രം 15 കാട്ടാനകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ അത് 85-ലധികമാണ്. ജനിച്ചു വളർന്ന മേഖലയ്ക്കപ്പുറത്തേക്ക് ഇവയ്ക്ക് മാറാനാകുന്നില്ല. കാട്ടിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നില്ല. അതിനിടയിലാണ് നിലവിലെ പ്രതിരോധ പ്രവർത്തികളുടെ ഫലപ്രാപ്തിയും നാട്ടുകാർ ചോദ്യം ചെയ്യുന്നത്. മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആനമതിൽ അപര്യാപ്തമാണെന്ന് ഇന്നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യം സ്ഥാപിച്ച വൈദ്യുതി ഫെൻസിംഗും പരാജയം. വേലികളിലേക്ക് ഉണങ്ങിയ മരത്തടികൾ എടുത്തിട്ട് വൈദ്യുതി പ്രതിബന്ധം മറികടക്കുന്നു കാട്ടാനക്കൂട്ടം. കൂർത്ത വശങ്ങളുള്ള റെയിൽ ഫെൻസിംഗും തകർത്തു. പഴയ ആനമതിലും മറികടന്നു. കരിങ്കൽ ഭിത്തികൾ പലയിടത്തും തകർന്നു. ആന ട്രെഞ്ചുകളും കാട്ടാനകൾ മറികടന്നു കഴിഞ്ഞു. ഒടുവിലെ ആശ്വാസമെന്ന നിലയിൽ നിർമ്മിക്കുന്ന പുതിയ ആനമതിൽ ഫലപ്രദമാകുമെന്ന വിശ്വാസത്തിലാണ് അധികാരികൾ. കൂടുതൽ ഉയരവും വീതിയും ഉണ്ട് എന്നതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്നാൽ പുതിയ ആനമതിലിലും നിരാശയാണ് ഇരകളായ ജനങ്ങൾക്ക്. ഇങ്ങനെ ആടുന്ന വെള്ളം കുടിച്ച് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകും. മാവ് ഉണ്ടെങ്കിൽ മാവ് കുഴിച്ചിട്ട് കൊണ്ടുപോകത്തതുപോലെ തന്നെ കമ്പി വേലി ഉണ്ടായിരുന്നു. വലിയ ഉണക്കമരം കൊണ്ടുപോയിട്ട് അതിൻ്റെ മേളിൽ ചാരി വെച്ചിട്ട്
ചവിട്ടി അങ്ങ് ചായക്കുക. അതിന് കാര്യമില്ല. ഇപ്പോൾ ഇതിവിടെയെല്ലാം കമ്പി വേരി കൊടുക്കുന്നുണ്ട്. കമ്പി വേരി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. ചുരുക്കത്തിൽ കാട്ടാന പ്രതിരോധം പൂർണ്ണ പരാജയമെന്നാണ് ആറളത്തെ സാധാരണക്കാരായ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ആനകളെ പിടികൂടി ഉൾക്കാട്ടിലേക്കോ ആനക്കൊട്ടിലുകളിലേക്കോ മാറ്റുക എന്നതാണ് നാട്ടുകാരുടെ നിർദ്ദേശം. ആനകളെ കാട് കയറ്റും മുൻപ് അവയ്ക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ വനത്തിൽ ഉറപ്പാക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയ ചിലരെങ്കിലും സ്വയം പ്രതിരോധം എന്ന നിലയിലേക്ക് പോകുന്നുവോ എന്ന ആശങ്കയും സജീവമാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ. ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയാണ് ആറളം ഫാം, അല്ലേ? അവിടെയാണ് ഈ തരത്തിൽ എനിക്ക് തോന്നുന്നു 2014 ആദ്യമായി ഒരു കാട്ടാനാക്രമണത്തിൽ ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്നത്. അതിനുശേഷം 2016 മുതൽ തുടങ്ങിയതാണ് അവിടുത്തെ ഈ ആനമതിൽ നിർമ്മാണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2025 ഇക്കാലം അത്രയും ഈ നിർമ്മാണം പുരോഗമിച്ചിട്ടും ഇനിയും അത് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. പകുതി വഴിക്ക് നിലച്ചുപോയ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഒരു മാസത്തിന് മുൻപാണ് ഏറ്റവും ഒടുവിൽ ഈ ഫാമിൽ വെച്ച് കശുവണ്ടി ശേഖരിക്കാൻ പോയ ആദിവാസി ദമ്പതികൾക്ക് അതിദാരുണമായി കാട്ടാനാക്രമണത്തിൽ പരിക്കേൽക്കുകയും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇനിയും എത്ര ജീവനുകൾ കൊടുക്കേണ്ടി വരും ഈ അധികാരികൾ കണ്ണു തുറക്കാൻ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാലാകാലങ്ങളായി ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങൾക്ക് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് ഒരു പരിഹാരം ഉണ്ടാകട്ടെ. മനുഷ്യർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ മാറട്ടെ, ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ.